ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴൊരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് ചെറുപയറുണ്ടല്ലോ, അതും പിന്നെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കി എടുത്താലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദാണ്ടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ദാണ്ടെ ഈ ഒരു വലുപ്പത്തിനുള്ള ക്യാരറ്റാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ദാണ്ടെ വട്ടത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ദാണ്ടെ ഇതുപോലെയാണ് ഒന്ന് അരിഞ്ഞെടുത്തേക്കുന്നത്, കണ്ടോ? ഈ ഒരു കനത്തിലൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളൂ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ എണ്ണ ഒന്നും ചേർക്കണ്ട. ഒരു അരക്കപ്പിലും താഴെയായിട്ട് മാത്രമേ ഞാൻ ചെറുപയർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് ഇളക്കിയിട്ട് കൊടുത്ത് ഇതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു റെഡ് ബ്രൗൺ ഷെയ്ഡിലോട്ടൊക്കെ എത്തുന്ന ഒരു സമയം വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാണ്ട് കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനി കുറച്ചും കൂടെ ഒന്ന് മാറാനുണ്ട്. ഒരു ചുമന്ന കളറ്, ബ്രൗൺ കളർ അതൊക്കെ പറയട്ടോ, ആ ഒരു കളറിലാണ് ഇത് കിട്ടേണ്ടത്. നന്നായിട്ട് വറുത്ത് എടുക്കണം. കണ്ടോ, ഇതാണ് നമ്മുടെ കളർ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പം ചിലരൊക്കെ കമന്റ് ഇടാൻ സാധ്യതയുണ്ട്, ചുമപ്പും ബ്രൗണും കണ്ടാൽ അറിയില്ലേ എന്നൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആണ് ഈ ഒരു കളറാണ്, കണ്ടോ, ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനതൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഏത് ഓയിലിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം, നല്ലെണ്ണ തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ക്യാരറ്റ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ക്യാരറ്റ് രണ്ട് സൈഡ് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. നന്നായിട്ട് വെന്ത് ചെറുതായിട്ട് ഒന്ന് മൊരിഞ്ഞ് വരണം. ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരണേ. അപ്പോൾ ഇതുപോലെ ഒന്ന് എണ്ണയിൽ ഒന്ന് നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡൊക്കെ ഒന്ന് റെഡിയായി എന്ന് തോന്നുമ്പോഴേക്കും ജസ്റ്റ് ചെറുതായിട്ട് ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കണേ. തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡും കൂടെ ഒന്നങ്ങ് മൊരിയിച്ചെടുക്കണം. ഇപ്പോൾ അതാണ്ട് ഏകദേശം ഒരു സൈഡൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇളക്കിയിട്ടിട്ടും ഇങ്ങനെ തിരിഞ്ഞ് വരാത്തതൊക്കെ ഈ നമ്മുടെ സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ തവി വെച്ചിട്ട് ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കണേ. ഇതുപോലെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ എല്ലാം ഞാനൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡും കൂടെ ഒന്ന് റെഡിയായി കിട്ടട്ടെ. ഇപ്പോൾ അതാണ് രണ്ട് സൈഡും ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് ഈ പാനിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി വീണ്ടും അതേ പാനിലോട്ട് തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനി ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 2-3 വറ്റൽമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള വറ്റൽമുളക് ഈ ഒരു സമയം ചേർക്കാം. കാര്യം നമ്മൾ ഇതിലേക്ക് വേറെ എരിവിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ എത്രയാണോ വേണ്ടുന്നത് അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇത് ആവശ്യത്തിനുള്ള എരിവാണ് കേട്ടോ ഈ 3 ചേർക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതാണ്ട് എല്ലാം ഒന്നങ്ങ് വറുത്തെടുക്കുന്നുണ്ട്. വറ്റൽമുളകിൻ്റെ ഒക്കെ നിറമൊക്കെ ഒന്ന് മാറി വരണം. അതുവരെയും ഒന്ന് വറുത്ത് കൊടുക്കാം. ഇപ്പോൾ അതാണ്ട് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയം ഒരു ചെറിയ പീസ് പുളിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം.
ഇപ്പോൾ ദാണ്ട ഞാനെല്ലാം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ മതി. ഇനി ഇതും നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതെല്ലാം അതൊന്ന് മാറ്റിയിട്ട് ഇതെല്ലാം ഒന്ന് തണുത്ത് വരണേ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ അതായത് കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇപ്പോൾ എല്ലാം ഒന്ന് തണുത്തിട്ടുണ്ട്. കണ്ടോ നമ്മുടെ ചെറുപയറിൻ്റെ നിറം കണ്ടോ? ഈ നിറമാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ വറുത്തെടുത്ത ആ ഒരു ചെറുപയർ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഈ ചെറുപയറൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരണേ. നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അതെ, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തരിതരിപ്പൊക്കെ ഉണ്ട്. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വറുത്തെടുത്ത് വെച്ച ക്യാരറ്റും വറ്റൽമുളകും വെളുത്തുള്ളിയും പുളിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം തേങ്ങയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ചേർക്കാതെ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം തേങ്ങയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരക്കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ, വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അത് ചേർത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണേ. ഇപ്പോൾ ദാണ്ട ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇനി ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇത് ഉരുട്ടിയെടുക്കണമെന്നൊന്നുമില്ല, ഇങ്ങനെ എടുത്ത് ഡയറക്റ്റ് ചോറിൻ്റെ കൂടെ വെച്ച് കഴിച്ചാലും മതി കേട്ടോ. ഞാൻ ചുമ്മാ ആ ഒരു ഭംഗിക്ക് വേണ്ടി ഉരുട്ടിയെടുത്തതേ ഉള്ളൂ. ദാണ്ട ഇതുപോലെയാണ് ഒന്ന് ഉരുട്ടിയെടുത്തേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ തേങ്ങ ഒക്കെ വറുത്തരച്ച് പൊടിച്ചമ്മന്തി ഉണ്ടാക്കുമല്ലോ, അതിൻ്റെ ഏകദേശം ഒരു അനിയനോ ചേട്ടനോ ഒക്കെ ആയിട്ട് വരും കേട്ടോ. ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് മാത്രം വെച്ചും കഴിക്കാം കേട്ടോ. നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇനി നമുക്കിത് ചൂട് ചോറിൻ്റെ കൂടെ വെച്ച് അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.